പാലക്കാട് പ്ലീനത്തിന്റെ രേഖയാണ് എന്റെ കയ്യിലിരിക്കുന്നത്. ഈ രേഖ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കന്മാർക്ക് മാത്രമുള്ളതല്ലല്ലോ, കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിനും കൂടിയുള്ളതല്ലേ. ആ രേഖയിലെ 30-ാമത്തെ പേജിൽ 67-ാമത്തെ പാരഗ്രാഫ് എന്താ പറഞ്ഞിരിക്കുന്നത്? 67-ാമത്തെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിനെ സംബന്ധിച്ചല്ലേ 67-ാമത്തെ പാരഗ്രാഫ്. അതിൽ 68-ാമത്തെ പാരഗ്രാഫ് റിയൽ എസ്റ്റേറ്റിൽ അകപ്പെടുന്ന സഖാക്കന്മാരെയും സഖാക്കന്മാരുടെ കുടുംബത്തെ എന്ത് ചെയ്യണമെന്നല്ലേ. അതിൽ 70-ാമത്തെ പാരഗ്രാഫിൽ എന്താ പറയുന്ന? മദ്യപാനം, റിയൽ എസ്റ്റേറ്റ്, ബ്ലേഡ് കമ്പനി, വിവിധ ഘടകങ്ങൾ ഏതെങ്കിലും സഖാവ് തെറ്റ് ചെയ്താൽ അതിന് കൂട്ടുനിൽക്കുന്ന ഘടകങ്ങളും അതിന്റെ ഉത്തരവാദിയാണെന്നല്ലേ പറയുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, സ്വന്തം മകൻ ഇതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക കാറിൽ വന്നിറങ്ങുന്ന പാർട്ടി സെക്രട്ടറിയായ അച്ഛൻ, മകൻ വന്നിറങ്ങുന്നത് ബെൻസിലും ഓഡിയിലും മിനി കൂപ്പറിലും ഒക്കെ വന്നിറങ്ങുമ്പോ ഒരു കമ്മ്യൂണിസ്റ്റ് അച്ഛന് സാമാന്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കണ്ടേ, മോനെ നീ ഒരു പണിയെടുക്കാതെ ഞാൻ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, നീ എവിടുന്നാ ഈ കോടികൾ ഉണ്ടാക്കിയത് എന്ന് അറിയാനുള്ള ഉത്തരവാദിത്വം ഒരു പോളിറ്റ് ബ്യൂറോക്കാരനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് അച്ഛൻ ഇല്ലേ? ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ഘടകത്തിൽ പ്രവർത്തിക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സഖാവിന് ഈ സാധാരണ സഖാക്കന്മാർക്ക് വേണ്ടി നിങ്ങൾ അവതരിപ്പിച്ച പ്ലീനം രേഖ ബാധകമല്ലേ? അദ്ദേഹത്തിന്റെ മകൻ കള്ളക്കടത്ത് സംഘത്തിലും മയക്കുമരുന്ന് സംഘത്തിലും അകപ്പെട്ടാൽ നിങ്ങൾ ഇങ്ങനെ വന്ന് കോൺഗ്രസുമായിട്ട് താരതമ്യം ചെയ്യാൻ നാണമില്ല? ഇറങ്ങിയേ ശ്രീമതി ബിന്ദു കൃഷ്ണ. ഈ കൊല്ലത്തെ സംഭവം എനിക്കറിയില്ല, ബിന്ദു ഉദ്ധരിച്ചതാണ്, എവിടെ നിന്നാണ് ഉദ്ധരിച്ചതെന്ന് എനിക്കറിയില്ല. ഓരോ വർഷവും മെമ്പർഷിപ്പ് പുതുക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഡിപ്പെൻഡന്റിന്റെ ഒക്കെ മുഴുവൻ സ്വത്തുവകകളും ആ കാലയളവിലുള്ള ആർജിച്ചെടുത്ത സ്വത്തിന്റെ സോഴ്സും കൃത്യമായി രേഖപ്പെടുത്തി കൊടുത്ത് മാത്രമാണ് മുൻപോട്ട് പോകുന്നത്. അത് കൃത്യമായി പരിശോധിക്കാനുള്ള ഏർപ്പാടുമുണ്ട്. ഇത്രയേറെ സുതാര്യമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് CPIM. ആ CPIM അതുകൊണ്ടാണ് കാലം ഇത്രയും കടന്നുപോയിട്ടും നിങ്ങൾ ഈ പറഞ്ഞില്ല, അല്ല ഒരു മിനിറ്റ്, അല്ല ഇടപെടരുത്, ഈ കാലം ഇത്രയും കടന്നുപോയിട്ടും നിങ്ങൾക്ക് സഖാവ് കോടിയേരിക്കെതിരെ ഒന്നും ഉന്നയിക്കാൻ കഴിയാത്തത്. ഈ കഴിഞ്ഞ പ്രാവശ്യം ശ്രീ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ കൊടുത്ത അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സ്വത്ത് വിവരങ്ങളിൽ ഈ മയക്കുമരുന്ന് കടത്തിന് വേണ്ടി കൊടുത്ത 3.5 കോടി, മകൻ കൊടുത്ത 3.5 കോടി ഉണ്ടായിരുന്നു. 13 കോടി രൂപ ഷെയ്ഖിന് കൊടുക്കേണ്ട പൈസ എങ്ങനെ കൊടുത്തു എന്നുള്ളത് കോടിയേരി ബാലകൃഷ്ണന്റെ പാർട്ടിക്ക് തന്ന സ്വത്ത് വിവര കണക്കിലുണ്ടായിരുന്നു. അതോ ഈ കൊടുത്ത 3.5 കോടി രൂപ ഇവിടത്തെ നിങ്ങളെ പോലെയുള്ള സഖാക്കന്മാർ ബക്കറ്റ് കളക്ട് ചെയ്ത പൈസയാണോ കള്ളക്കടത്തിന് കൊടുത്തത്?